കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോകാം. അവിടെ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയെന്ന സൂചനയാണ് വരുന്നത്. സാക്ഷി കാണിക്കാത്ത ഒരിടത്ത് നിന്നാണ് അസ്ഥികൾ കണ്ടെടുത്തത് എന്നാണ് അറിയുന്നത്. 11ാമത്തെ പോയിന്റിൽ നിന്ന് മീറ്ററുകൾ അകലെയാണിത്. ഉന്നത ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ടുണ്ട്. സാരംഗ് 11, 12, 13 പോയിന്റുകളിലൊക്കെ ഇന്ന് പരിശോധന എന്നായിരുന്നു. പക്ഷേ പറയാത്ത ചിലയിടങ്ങളിൽ കൂടി പരിശോധന നടത്തിയതാ, പക്ഷേ അവിടെ അസ്ഥികൾ കണ്ടെത്തുകയും ചെയ്യുന്നു അല്ലേ? അതെ ദിവിഷ്, കാരണം നേരത്തെ സൂചിപ്പിച്ച ഈ സാക്ഷി ചൂണ്ടിക്കാണിച്ച 13 പോയിന്റുകളിൽപ്പെട്ട ഒരു സ്ഥലമായിരുന്നില്ല ഇപ്പോൾ പുതുതായി കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു സ്പോട്ട്. നേരത്തെ 11ാമത്തെ പോയിന്റിൽ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇവിടെ നിന്ന് ഏകദേശം മീറ്ററുകൾ അകലെയുള്ള ഒരു പുതിയ പോയിന്റിനെ കുറിച്ച് സാക്ഷി SIT സംഘത്തിന് വിവരം നൽകുന്നത്. ഇതേ തുടർന്ന് അവിടെ ഒരു കുന്നിൻ ചെരുവിലുള്ള പ്രദേശമാണത്. അപ്പോൾ അവിടെ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അസ്ഥികൾ കണ്ടെത്താൻ സാധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ആന്ത്രോപോളജി വിദഗ്ധരൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ് 6ാമത്തെ കേന്ദ്രത്തിൽ നടന്നതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്ന് കൂടുതലായി 11, 12 പോയിന്റുകളിൽ തെരച്ചിൽ നടക്കില്ല. ഇന്ന് ഈ പുതിയ പോയിന്റിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിലുള്ള 1 തൊട്ട് 5 വരെയുള്ള പോയിന്റുകളിൽ തന്നെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഇടയിലൊരു കേന്ദ്രം ഉണ്ടായിരുന്നു, ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് അടയാളപ്പെടുത്താൻ വിട്ടുപോയതാണെന്നുള്ള ഒരു സൂചന ഇത്തരത്തിൽ ഈ ദൃക്സാക്ഷി SIT സംഘത്തിന് നൽകിയിരുന്നു. അത് പിന്നീട് SIT സംഘത്തിൻ്റെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇന്ന് ഈ പുതിയ കേന്ദ്രത്തിൽ പുതിയ പോയിന്റിൽ തിരച്ചിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ നിന്ന് ഏറ്റവും സുപ്രധാനമായ പ്രധാനപ്പെട്ട തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 ദിവസം കൊണ്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഈ വനമേഖലയിൽ നിന്ന് ശേഖരിക്കാൻ SIT സംഘത്തിന് സാധിച്ചിരുന്നില്ല. അതൊരു പക്ഷേ അവരുടെ ആത്മവിശ്വാസത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്.